ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്യുന്നു. ഞാൻ ഇന്ന് സൺഡേ ആയിട്ട് ഒരുപാട് വൈകിയാണ് എഴുന്നേറ്റപ്പോൾ എനിക്ക് എൻ്റെ ചെടിത്തോട്ടത്തിലൊന്ന് നോക്കണം തോന്നി, ചെടികളൊക്കെ എങ്ങനെയുണ്ട്. കുറച്ച് നാട് ഞാൻ ചെടികളൊക്കെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നത്. കുറച്ച് മാസം മുമ്പ് വരെ ആ കരിഞ്ഞുണങ്ങി നിന്നിരുന്ന ഒരുപാട് ചെടികൾ അതിൽ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ അരയിലിയൊക്കെ നല്ല പച്ചപ്പോട് കൂടിയാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമുണ്ട്, കുറച്ച് ചേമ്പിൻ്റെ തൈകൾ എൻ്റെ കയ്യിലുണ്ട്. വെറൈറ്റി ഉണ്ട്. അതിപ്പോൾ 1-2 നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 4 ശരി, ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവരും വീട്ടിലും കാണുന്നതാണ്. പിന്നെ ഒരു 3 ഉണ്ട്, അതൊക്കെ വലുതായി വരുന്നുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷമായ കാര്യം, നമ്മുടെ കറിവേപ്പിൻ്റെ 3 തൈകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. തൈകൾ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിപ്പമായി നല്ല ചെടികളായിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ അത് വളരെയധികം മോശമായിട്ടാണ് നിന്നിരുന്നത്. നല്ല പോലെ ഇലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഒരു തരം കുത്തൊക്കെ വന്നിട്ട് ഇലകളിലൊക്കെ എന്തോ കീടങ്ങളൊക്കെ വന്നിട്ട് ഇതിന് മോശമായിരുന്നു. നമുക്ക് കറിയിലൊന്നും ഇടാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇപ്പോൾ കറിവേപ്പ് നല്ല ഭംഗിയായി നല്ല ഒരുപാട് ലഷായിട്ട് വന്നിട്ടുണ്ട്. ഇലകളൊക്കെ വേണമെങ്കിൽ ഒടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്ന രീതിയിലാണ്. ഇതാണ് കേട്ടോ ആദ്യം ഞങ്ങൾ വീട്ടിലുണ്ടായത്. പിന്നെ ഒരെണ്ണം ഉള്ളത് ഈ തൈയുടെ അപ്പുറത്ത് നല്ല കൊമ്പൊക്കെ ഉണ്ടോ, നല്ല ഇത്തിരി തടി വെച്ച് വരുന്നുണ്ട്. കുറേ വെട്ടിയിട്ട് പിന്നെ പൊടിച്ച് വന്നിട്ടുള്ള ഒരു തൈയാണ്. ഇതിന് ശരിക്കുള്ള മദർ പ്ലാന്റ് ഇതല്ല, ശരി പൊടിച്ചതാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഈ ടാങ്കിനോട് ചേർന്ന് വേറെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഉണ്ടോ, ഇതാണ്. ഇത് രണ്ടാമതുണ്ടായ ഒന്നാണ്. ഇതിലും ഇപ്പോൾ നല്ലപോലെ ഇലകൾ പിടിച്ചിട്ടുണ്ട്. ഇലകൾക്ക് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. അത് കുത്തോ കാര്യങ്ങളൊന്നും നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന അത്രയും നല്ല ഇലകളാണുള്ളത്. ഒടിച്ച് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഉള്ളത്. അത് ഒരെണ്ണം ചെറുതുണ്ടായി വന്നാണ്, അപ്പോൾ അത് വലുതായിട്ടുണ്ട്. അതും നല്ല രീതി, അതാണ് ഏറ്റവും നല്ല രീതിയിൽ ഇലകളൊക്കെ പിടിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അതിന് താഴെ തന്നെ ഒരു നാടൻ ചെത്തി വെച്ചിട്ടുണ്ട്, റോസ് കളറുള്ള ചെത്തി. ഈ കറിവേപ്പ് കണ്ടത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ഇലകൾ പിടിച്ചിട്ടുണ്ട്. ഒന്നും കേടില്ലാത്ത ഇലകളാണ്. അങ്ങനെ 3 തൈകളാണ് ഉള്ളത്. ഇനിയും ചെറിയ തൈകൾ ഒരുപാടുണ്ട്. അതൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറിച്ച് കളയാണ് ചെയ്യുന്നത്. മഴക്കാലമായാലാണ് ഈ കറിവേപ്പിന് ഏറ്റവും മോശമായിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.